നമസ്കാരം. എന്തിനാണ് ക്രോസ് വാലിഡേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ തുടങ്ങുന്നത് എന്താണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിന്റെ പ്രോബ്ലംസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹൈ വേരിയൻസിനുള്ള സാധ്യതയാണ്. രണ്ടാമത്തത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് ഡാറ്റയിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നഷ്ടപ്പെടാമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഈ രണ്ട് പ്രശ്നത്തെയും എങ്ങനെയാണ് ക്രോസ് വാലിഡേഷൻ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് ഈ സെഷനിലൂടെ കാണാം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഡാറ്റ വേണം. തീർച്ചയായിട്ടും ഐറിസ് ഡാറ്റ സെറ്റ് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ ഉപയോഗിച്ച അതേ ഡാറ്റ സെറ്റ് തന്നെയാണ് ഈ ഒരു സെഷനിലും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് ഞാൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിനെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം എന്ന് പറയുന്നത് കെ നെയ്ബർ ക്ലാസിഫയർ ആണ്. പിന്നീട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രിക്സിനെയും വിളിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഡാറ്റ റീഡ് ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ ഫീച്ചേഴ്സിനെയും റെസ്പോൺസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത ഭാഗവും കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഉപയോഗിച്ച് ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ സ്പ്ലിറ്റ് റേഷ്യോ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 40% ആണ് ടെസ്റ്റ് സൈസ്. അത് കഴിഞ്ഞ് KNN ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ആക്യുറസി കണ്ടുപിടിക്കുന്നതാണ് ഈ ഭാഗം. കെ നെയ്ബർ വാല്യൂ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്യുറസി ഒന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന ആക്യുറസി 96.67% ആണ്. ഇവിടെ പറയുന്നത് എന്താണ് ക്രോസ് വാലിഡേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ്. തീർച്ചയായിട്ടും ആക്യുറസി കൂട്ടാൻ ക്രോസ് വാലിഡേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റയെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇനി ക്രോസ് വാലിഡേഷൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുവാണെങ്കിൽ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കുറച്ചും കൂടി ഫാസ്റ്റർ ആണ്. കാര്യം ക്രോസ് വാലിഡേഷനിൽ ചെയ്യുന്ന പോലെ ഡാറ്റയെ പല ഫോൾഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നും ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിൽ ചെയ്യുന്നില്ല. വളരെ സിമ്പിളാണ് നിങ്ങളുടെ റിസൾട്ട് എക്സാമിൻ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ക്രോസ് വാലിഡേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ക്രോസ് വാലിഡേഷനുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. കെ വാല്യൂ എന്ന് പറയുന്നത് ജനറലി 10 ആണ് റെക്കമെൻഡ് ചെയ്തത്. എത്ര ഫോൾഡ് വേണം എന്നുള്ളതാണ്. ബൈ ഡിഫോൾട്ട് സൈക്കിട്ട് ലേണിൽ 5 ആണ് എടുക്കുക. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുള്ള ക്രോസ് വാലിഡേഷൻസ് ഉണ്ട്. തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ക്രോസ് വാലിഡേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ക്രോസ് വാലിഡേഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രോസ് വാൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഇത് സൈക്കിട്ട് ലേണിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ ക്രോസ് വാലിഡേഷൻ്റെ കൊടുത്തിരിക്കുന്നത് പാരാമീറ്ററിനെ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മെഷീൻ ലേണിംഗിൽ ഒരുപാട് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഹൈപ്പർ പാരാമെട്രിക് ട്യൂണിംഗ് എന്ന പ്രോസസ്സിലൂടെ അതിൻ്റെ ഒപ്റ്റിമം വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ക്രോസ് വാലിഡേഷൻ സഹായിക്കുന്നു. എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് താഴെ കാണാം. ഗോൾ എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ ബെസ്റ്റ് ട്യൂണിംഗ് പാരാമീറ്റേഴ്സ് ഓർ കോൾഡ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഫോർ KNN മോഡൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഐറിസ് ഡാറ്റാ സെറ്റ് ആണ്. ഇവിടെ പുതിയതായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ക്രോസ് വാൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെയാണ്. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് സൈക്കിട്ട് ലേണിന്റെ ഹെൽപ്പ് പോവാം. ആദ്യത്തെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് 3.1 സെഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിൽ വന്നിട്ട് കൂടുതൽ വായിച്ചു നോക്കാം. ഇവിടെ പറയുന്ന തന്നെ പാരാമീറ്റേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഡാറ്റ തന്നെ ഉപയോഗിക്കുക. ടെസ്റ്റിങ്ങിനും ട്രെയിനിങ്ങിനും ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അതൊരു മെത്തഡോളജിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്തരം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഓവർ ഫിറ്റിങ്ങിനെ കുറിച്ച് താഴെ പറയുന്നുണ്ട്. എന്തിനാണ് ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് പിന്നീട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്താണ് ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് താഴെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനാണ് ക്രോസ് വാലിഡേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഭാഗം പിന്നീട് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് സെക്ഷനിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇതിന്റെ എല്ലാം ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ക്രോസ് വാലിഡേഷൻ ചെയ്യാന്നുള്ളതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ അതിന്റെ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കും എങ്ങനെയാണ് ക്രോസ് വാലിഡേഷനെ കോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ക്രോസ് വാൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽപ്പർ ഫംഗ്ഷനാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാം ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എക്സ് കൊടുക്കണം, നിങ്ങളുടെ വൈ കൊടുക്കണം. ഇതാണ് നിങ്ങളുടെ ഫീച്ചേഴ്സ്, ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതുപോലെ തന്നെ CV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോസ് വാലിഡേഷൻ സ്പ്ലിറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് എടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന നമ്പറിനനുസരിച്ച് അതിന്റെ വാല്യൂസ് വ്യത്യാസം വരും. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ നമ്മുടെ കോഡിൽ ഉപയോഗിക്കുന്നത്. സോ കോഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം നമ്മൾ KNN ക്ലാസിഫയറിനെ വിളിക്കുന്നു.
അടുത്തത് നമ്മളൊരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ 10 ഫോൾഡ് ആണ്, അതുകൊണ്ടാണ് നമ്മുടെ സിവിയുടെ വാല്യൂ 10 എന്ന് പറയുന്നത്. നമ്മൾ ആക്യുറസി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലിസ്റ്റ് ആണ് കിട്ടുന്നത്. ഓരോ കേസിലും നിങ്ങളുടെ ആക്യുറസി എത്രയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ആ സ്കോഴ്സിന്റെ മീൻ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതും ഏകദേശം 96.67 തന്നെയാണ് നിങ്ങൾക്ക് ആക്യുറസി കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ശ്രമിക്കുന്നത്, കൃത്യമായിട്ട് എങ്ങനെയാണ് നെയ്ബറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. സോ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാക്കുന്നു. വെറുതെ സ്കോർ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രോസ് വാലിഡേഷൻ സ്കോർ ആണ്. ക്രോസ് വാലിഡേഷൻ സ്കോർ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിന്റെ മീൻ വാല്യൂസ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കേസിനും നിങ്ങൾക്ക് വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള matplotlib കമന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇതിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് K4 KNN ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ക്രോസ് വാലിഡേഷൻ ആക്യുറസി. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആക്യുറസി ഇതിലാണ് വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ വാല്യൂസ് നമുക്ക് കണ്ടെത്താവുന്നതുള്ളൂ. ഈ രീതിയിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് നമുക്ക് ക്രോസ് വാലിഡേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ക്രോസ് വാലിഡേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മോഡൽ സെലക്ഷൻ ആണ്. പല അൽഗോരിതംസ് ഉണ്ട്. ഏത് അൽഗോരിതമാണ് കൂടുതൽ ആക്യുറസി തരിക എന്നുള്ളതിനെ കുറിച്ചൊരു കൺസേൺ എപ്പോഴും ഉണ്ട്. ആ മോഡലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് വാലിഡേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് KNN മോഡലും അതുപോലെ തന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലുമാണ്. നമ്മുടെ ഡാറ്റാ സെറ്റ് ഐറിസ് ഡാറ്റാ സെറ്റ് ആണ്. സോ K നൈബർ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്നു. Nന്റെ വാല്യൂ 20 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാല്യൂ മാറ്റി കൊടുത്തു നോക്കാം. 20 നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ആക്യുറസി കിട്ടുന്നുണ്ട്. 98 വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 20 എടുത്തിരിക്കുന്നത്. 98 ആണ് ആക്യുറസി. പക്ഷേ ആക്യുറസി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് വാലിഡേഷൻ സ്കോർ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മീൻ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മീൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പല വാല്യൂസ് ഉണ്ടാകും. കാരണം 10 ഫോൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 10 വാല്യൂസ് ഉണ്ടാകും. സോ അതിന്റെ അർത്തമാറ്റിക് മീൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സിമിലർലി ഇതേ ടെക്നിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിസ്റ്റിക് റിഗ്രഷനെ വിളിക്കുക. വീണ്ടും ഇതിൽ കൊടുക്കുന്ന സെറ്റിംഗ്സ് എല്ലാം സെയിം ആണ്. ക്രോസ് വാലിഡേഷൻ സ്കോർ നിങ്ങൾ കണ്ടുപിടിക്കും. ഇവിടെ കിട്ടുന്ന ക്രോസ് വാലിഡേഷൻ സ്കോർ എന്ന് പറയുന്നത് 95.3 ആണ്. സോ ഇത് രണ്ട് അൽഗോരിതം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും K നൈബർ ക്ലാസിഫയർ ആണ് ലോജിസ്റ്റിക് റിഗ്രഷനെക്കാട്ടും ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഈ രീതിയിൽ നമുക്ക് മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ക്രോസ് വാലിഡേഷൻ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഫീച്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത ഫീച്ചേഴ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഉള്ളത് ഒരു അഡ്വർടൈസിംഗ് ഡാറ്റാ സെറ്റ് ആണ്. അപ്പോൾ ഡാറ്റാ സെറ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ഡാറ്റാ സെറ്റ്. ഇവിടെ പ്രധാനമായിട്ട് 3 ഫീച്ചേഴ്സ് ആണുള്ളത്. TV, റേഡിയോ, ന്യൂസ് പേപ്പർ. ഈ മീഡിയാസിലെല്ലാം കൂടി നിങ്ങൾ അഡ്വർടൈസ്മെന്റ് നടത്തുകയാണ്. സെയിൽസ് ആണ് നിങ്ങളുടെ ടാർഗറ്റ്. TV, റേഡിയോ, ന്യൂസ് പേപ്പർ ആണ് നിങ്ങളുടെ ഫീച്ചേഴ്സ്. അൽഗോരിതത്തിനോടൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ചോദ്യം ഉണ്ട്, എത്രമാത്രം ന്യൂസ് പേപ്പറിലൂടെയുള്ള ഒരു അഡ്വർടൈസ്മെന്റ് സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി വരാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് പഴയ ഡാറ്റയാണ്. നിങ്ങൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഏതാണ് ബെറ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ന്യൂസ് പേപ്പറിന്റെ ഒരു ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ക്രോസ് വാലിഡേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത്. കോഡിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സെലക്ട് വെദർ ദ ന്യൂസ് പേപ്പർ ഫീച്ചർ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ലീനിയർ റിഗ്രഷൻ ഓർ നോട്ട്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് ലീനിയർ റിഗ്രഷൻ ഇവിടെ ആവശ്യമുണ്ട്. അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ കോഡെല്ലാം തന്നെ അവൈലബിൾ ആണ് ഗിറ്റ്ഹബിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കാഗിൾ പോലത്തെ ഓപ്പൺ സോഴ്സുകളുണ്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ ഡാറ്റാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുള്ളൂ. ഡാറ്റ ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു പൈത്തൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ ഫീച്ചേഴ്സിനെ വിളിക്കുന്നു. ഇവിടെ X എന്നുള്ളതാണ് നിങ്ങളുടെ ഫീച്ചർ ഇൻഫർമേഷൻ, Y എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്, അതാണ് നിങ്ങളുടെ സെയിൽസ്. നമ്മൾ ഉപയോഗിക്കുന്നത് 10 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ്. നമുക്ക് 3 ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പം 3 ഫീച്ചേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ടുള്ളൊരു 10 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ലീനിയർ റിഗ്രഷൻ വിളിക്കുന്നു. പിന്നീട് ക്രോസ് വാലിഡേഷൻ സ്കോർ കണ്ടുപിടിക്കുന്നു. ആ സ്കോറാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് മീൻ സ്ക്വയർ എറർ ആണ്, നെഗറ്റീവ് മീൻ സ്ക്വയർ എറർ ആണ്. ലിസ്റ്റ് നോക്കി അറിയാം ഒരുപാട് മൈനസ് വാല്യൂസ് ഉണ്ട്. സോ മൈനസ് വാല്യൂസിനെ കളയുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് ലൈൻ നമ്പർ 128 ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള അതേ ഇൻഫർമേഷൻ തന്നെയാണ് താഴെ, പക്ഷേ സൈന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നു. ഇത് റൂട്ട് മീൻ സ്ക്വയർ ആണ്. സോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നു. സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യും. ഈ മീൻ വാല്യൂ വരുന്നത് 1.69 ആണ്. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ന്യൂസ് പേപ്പറിനെ ഒഴിവാക്കും. ഇവിടെ ഫീച്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് TVയും റേഡിയോയും മാത്രമേ ഉള്ളൂ. ന്യൂസ് പേപ്പറിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ RMS സ്കോർ മീൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ 1.67 ആണ്. നോക്കുക, നേരത്തെ 1.69 ആയിരുന്നു, ഇവിടെ 1.67 ആണ്. ഓൾമോസ്റ്റ് 68 ആണ്, 1.68 ആണ്. സോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഫീച്ചർ അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ഒന്നുമല്ല. എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിനെ ഒഴിവാക്കിയിട്ട്
നമ്മൾ അൽഗോരിതം ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്താലും റിസൾട്ടിൽ കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാം. സോ ക്രോസ് വാലിഡേഷൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ച്, ചില ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെഷീൻ ലേണിംഗിലെ പ്രധാനപ്പെട്ട ചില ആപ്ലിക്കേഷനുമായിട്ട് അടുത്ത സെഷൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് മൈ ലേണിംഗ്.